ഹലോ സുഗമോ ദേവിയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ്. അതേ കൂട്ടുകാരൻ, നമ്മുടെ ദേവി, നമ്മുടെ സ്വന്തം ദേവിക അരുന്ധതിയുടെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ അതിനുശേഷം ഓഫീസ് വേറെ എവിടെയെങ്ങാണ്ടൊക്കെ പോകാനുണ്ട്. അപ്പൊ ഇവിടത്തെ ക്യാബിൽ പോകാം എന്ന് നമ്മുടെ അരുന്ധതി മാഡവും വേറൊരു സാറും കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ക്യാബ് അന്വേഷിച്ച് വരുക, ആ ഒരു കാർ അന്വേഷിച്ച് വരുക കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ നന്ദൻ അവിടെ നിൽക്കുന്നേ. നന്ദനാണല്ലോ ഡ്രൈവർ. അപ്പൊ നന്ദൻ അവിടുത്തെ സാറിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തോ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാർ, ഗസ്റ്റ് ഇപ്പൊ വരുമോ, എനിക്ക് ഓട്ടം പോകാൻ സമയമായോ എന്നിങ്ങനെ ചോദിക്കുന്നതും കാണാം. നമ്മുടെ ദേവിക വരുന്നതും കാണാം. അപ്പൊ നമ്മുടെ നന്ദന് മനസ്സിലായി, ആ ദേവികയാണ് ഞാൻ കൊണ്ടുപോയി ആക്കേണ്ടത്, ദേവിക അറിയുമല്ലോ ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദൻ എങ്ങോട്ടൊക്കെയോ മാറി ഒളിച്ചു പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ സ്വന്തം കാട്ടൂരാൻ വക്കീല് തേവർകാട്ട് വന്ന് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ കട്ടയ്ക്കടുപ്പിക്കുന്നില്ല. ചന്ദ്രമതി ചേച്ചി ഉള്ളിലുണ്ട്, ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാണാനേ സമ്മതിക്കുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ കാട്ടൂരാന് തോന്നി, ഇതിലെന്തോ പന്തികേടുണ്ട്, നമ്മുടെ ചന്ദ്രമതിയുടെ ജീവൻ ആപത്തിലാണ് എന്ന് കാട്ടൂരാന് മനസ്സിലായി. അങ്ങനെ തന്നെ നമ്മുടെ ത്യാഗരാജൻ കാട്ടൂരാനെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങളും ഉണ്ട് കേട്ടോ. സത്യങ്ങൾ കാട്ടൂരാൻ വഴി പുറത്തറിയുമോ, അതുവഴി നമ്മുടെ ചന്ദ്രമതി രക്ഷപ്പെടുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ കാട്ടുരാനെ തീർക്കാനും നമ്മുടെ ത്യാഗരാജൻ ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്താകും സ്ഥിതി അല്ലെ? നമ്മുടെ കാട്ടൂരാനെ ഏകദേശം പിടികിട്ടി, നമ്മുടെ ചന്ദ്രമതി അപകടത്തിലാണെന്ന്. പിന്നെ നമ്മുടെ നന്ദനും ഗിരീഷൊക്കെ വന്ന് നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിച്ചാൽ മതിയായിരുന്നു. കൂടെ നമ്മുടെ എസ്തപ്പാനും കൂടി വന്നാല് നമ്മുടെ ഈ നന്ദനും ഗിരീഷിനും ഒരു ധൈര്യമാകും അല്ലെ? നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ എസ്തപ്പാനെ കാണുമ്പോൾ തന്നെ കണ്ടം വഴി ഓടിക്കോളും താനും അല്ലെ കൂട്ടുകാരെ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.